നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജീന ജയപ്രകാശ്. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഇന്ത്യൻ വിദ്യാർത്ഥി സോബോർണ ഐസക് ബാരി ഇനി ന്യൂയോർക്ക് സർവകലാശാലയിൽ. ജൂലൈ 3-ന് ന്യൂയോർക്ക് ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടും. വിഷയം ഗണിതവും ഭൗതികശാസ്ത്രവും. അമ്മയിൽ ഇനി പുതിയ ഭാരവാഹികൾ. മോഹൻലാലിന് പ്രസിഡന്റ് സ്ഥാനവും സിദ്ദിഖിന് ജനറൽ സെക്രട്ടറി സ്ഥാനവും. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷ മന്ത്രി ആർ ബിന്ദു. രാജ്യത്തെ ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ. ആദ്യ കേസ് ഡൽഹിയിലെ തെരുവ് കച്ചവടക്കാരനെതിരെ. കേസ് സെക്ഷൻ 285 പ്രകാരം. വാർത്തകൾ വിശദമായി. 12 വയസ്സുകാരനായ ഇന്ത്യൻ വിദ്യാർത്ഥി സോബോർണ ഐസക് ബാരി ഗണിതം, ഫിസിക്സ് വിഷയങ്ങളിൽ ബാച്ചിലർ ഡിഗ്രിക്ക് ന്യൂയോർക്ക് സർവകലാശാലയിൽ ചേരുന്നു. മാൽവിൻ ഹൈസ്കൂൾ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ബിരുദധാരിയാണ് ഐസക് ബാരി. വർഷത്തിൽ 3 തവണ ഇന്ത്യൻ സർവകലാശാലയിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ജൂലൈ 3-ന് ന്യൂയോർക്ക് ഹൈസ്കൂളിൽ നിന്നും ബിരുദം നേടും. 4, 8, 10, 12 ഗ്രേഡുകൾ മാത്രം പൂർത്തിയാക്കിയായിരുന്നു ബിരുദ നേട്ടം. സ്റ്റേറ്റ് റീജൻസ് പരീക്ഷകളിലും വിജയിച്ചിരുന്നു. അമ്മ നേതൃത്വത്തിൽ തലമുറ മാറ്റം. പൃഥ്വിരാജിനെയും കുഞ്ചാക്കോ ബോബനെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചെന്നും തിരക്ക് കാരണം ഇരുവരും വിസമ്മതം അറിയിച്ചെന്നും ജഗദീഷ്. പുതിയ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് മോഹൻലാൽ, ജനറൽ സെക്രട്ടറി സിദ്ദിഖ്, വൈസ് പ്രസിഡന്റ് ജഗദീഷ്, വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല, ജോയിന്റ് സെക്രട്ടറി ബാബുരാജ്, ട്രഷറർ ഉണ്ണിമുകുന്ദൻ എന്നിവർ സ്ഥാനമേറ്റു. സംസ്ഥാനത്തെ 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം കുറിച്ചു. ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം വനിതാ കോളേജിൽ വെച്ച് നിർവഹിച്ചു. ഇനി മുതൽ ഒന്നുകിൽ 3-ാം വർഷം കോഴ്സ് അവസാനിപ്പിച്ച് ബിരുദം നേടാം, അല്ലെങ്കിൽ 4-ാം വർഷവും കോഴ്സ് തുടർന്ന് ഓണേഴ്സ് ബിരുദം നേടാം. ഗവേഷണത്തിന് താല്പര്യമുള്ളവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദധാരികളും ആവാം. ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ. ആദ്യ കേസ് ഡൽഹി കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തെരുവ് കച്ചവടക്കാരനെതിരെ. പൊതുജനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ റെയിൽവേ സ്റ്റേഷന്റെ ഫുട് ഓവർ ബ്രിഡ്ജിനടിയിൽ കച്ചവടം നടത്തിയെന്നാണ് FIR. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 285 പ്രകാരമാണ് കേസെടുത്തത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.